Good afternoon, everyone. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, start edolu. Prayer, sign in, thought of the day. Okay, start you. Silence എന്താണ്? ഇവിടെ ഇന്ന് പ്രയർ നാദിയല്ലേ, നാദിയ കയറിയിട്ടില്ല. എന്താണ് പ്രയറിന്റെ ആള് ജോയിൻ ചെയ്തിട്ടേ ഇല്ല. ഇല്ല. ഓക്കെ, എന്താ ചെയ്യാ? എന്താണ് അപ്പൊ വേറെ ആരെങ്കിലും പറയൂ, വേറെ ആരെങ്കിലും ചൊല്ലൂ പ്രയർ. ഞാൻ പറയാം, മിസ്. Oh God, you are my father. I am your little child. Give me your love. Show me your light, that I may follow the way to things good and things right. Have a nice day. Thought of the day. Education is the most powerful weapon which you can use to change the world. Nelson Mandela. Yeah. Next, sign in. Hello, my little kids. How are you? Today, in this chapter, we are going to learn 3 magical words. Are you ready to start? If you want something, what will you say? What will you say? You will say, please. You will say, please. That's what you say. That's what you say. If you get something, if you get something, what will you say? What will you say? You will say thanks. You will say thanks. That's what you say. That's what you say. That's what you say. Thank you. Okay. Yeah. ഇനി സപ്പോസ് പ്രയർ ചൊല്ലാൻ നേരത്തെ ആരെങ്കിലും ക്ലാസ്സിൽ ഇല്ല എങ്കിൽ സമയം വേസ്റ്റ് ചെയ്യരുത്. ഓക്കെ, എന്നിട്ട് ഇപ്പൊ നെക്സ്റ്റ് ആരെങ്കിലും അത് ചൊല്ലാൻ നോക്കണം. ഓക്കെ, ഇതെല്ലാം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അത് നിങ്ങൾ തന്നെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. ഓക്കെ, എന്താ മിസ് പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ ഇപ്പൊ കേറിയിട്ടുള്ളായിരുന്നു. അല്ല പ്രത്യേകിച്ചൊന്നുമില്ല. പ്രയർ ചൊല്ലാൻ നേരത്തെ ആള് ക്ലാസ്സിൽ ജോയിൻ ചെയ്തില്ല. സോ ആരും പ്രയർ ഒന്നും ചൊല്ലാണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ഇനി വരികയാണെങ്കിൽ എപ്പോഴും ആരെങ്കിലും ഒരാൾ ചൊല്ലാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കാരണം നമ്മുടെ ടൈം അത്രയും പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രയർ ആണെങ്കിലും തൊലഫ്ലി ആണെങ്കിലും സൈൻ ആണെങ്കിലും അത് ആ ഒരു പെട്ടെന്ന് നമ്മൾ അവസാനിപ്പിക്കാൻ നോക്കുക. അതായത് നെക്സ്റ്റ് ഞാനൊന്നും വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എല്ലാവർക്കും അറിയാം ആരാണ് തോറ്റത്തിരി പറയാ, സൈനിന് പറയാ. സോ പ്രയർ കഴിഞ്ഞപ്പോ തന്നെ അതൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി നമുക്ക് ഒരുപാട് സമയം അങ്ങനെ വേസ്റ്റ് ചെയ്യണ്ട എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ മാം, ഞാനിപ്പോ ജോയിൻ ചെയ്തതാണ്. ഞാൻ പ്രയർ ചൊല്ലട്ടെ? ഇല്ല, കഴിഞ്ഞു. വേറൊരു കാര്യം, 1:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബിയോണ്ട് ടൈം. ഓക്കെ, യു മസ്റ്റ് ഫോളോ ദാറ്റ്.
എപ്പോഴും നമ്മൾ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാൻ നോക്കാം. എല്ലാവർക്കും അറിയാലോ 1:30 ക്ലാസ് തുടങ്ങാം. എല്ലാവരും ജോയിൻ ചെയ്യാം. അത് കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രോബ്ലം ഉണ്ട്. കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മാക്സിമം നിങ്ങൾ കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യാൻ നോക്കണം. ഓക്കെ, കാരണം നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്താൽ മാത്രമേ എനിക്ക് അത് ക്ലാസ് എടുക്കുമ്പോൾ ഇപ്പോ ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ വന്നു എന്ന് വിചാരിക്കും. ബാക്കി സ്റ്റുഡൻസ് ആരും വന്നിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ കറക്റ്റ് ടൈമിൽ ഉണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും. ഓക്കെ, ഇതിപ്പോ ഞാൻ 1:30 വരുമ്പോ കുറച്ച് സ്റ്റുഡൻസ് മാത്രമേ ക്ലാസ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും ടൈമിനെ ജോയിൻ ചെയ്യുക. ഒരു 1:29 ഒക്കെ ആകുമ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് 1:30 ആകുമ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ജസ്റ്റ് ഇതൊരു ഒപ്പീനിയൻ ആണ്. ഒപ്പീനിയൻ അല്ല, നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് അഡ്ജക്റ്റീവ് ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. എല്ലാം അഡ്ജക്റ്റീവിന്റെ മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാവും. ഓക്കെ, സാറ്റർഡേ നാളെ നിങ്ങൾക്ക് അഡ്ജക്റ്റീവിന്റെ മോക്ക് ടെസ്റ്റ് ഉണ്ടാവും. ഓക്കെ 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 മാം. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൗൺ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? നൗൺ കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ ആയിരുന്നോ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല, ക്ലിയർ ആണ്. അപ്പോ ഇനി നെക്സ്റ്റ് അഡ്വർബ് ആണ്. യൂണിറ്റ് 8 അഡ്വർബ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. സെയിം ആണ്. ഫ്രേസും ക്ലോസ് ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അഡ്വർബ് എന്താണ്? വാട്ട് ഈസ് അഡ്വർബ്? നമ്മൾ അഡ്ജക്റ്റീവ് പഠിച്ചു. നൗണിനെയും പ്രോനൗണിനെയും മോഡിഫൈ ചെയ്യുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പഠിച്ചു. അതുപോലെ തന്നെയാണ് ആഡ്വർബും. പക്ഷേ ഇവിടെ മോഡിഫൈ ചെയ്യുന്നത് എന്തിനായിരിക്കും? പറയാൻ പറ്റുമോ? എന്തിനായിരിക്കും? വെർബിനെയാണ്. ഒരു സെന്റൻസിൽ വെർബ് ഉണ്ടെങ്കിൽ ആ വെർബിനെ ആയിരിക്കും മോഡിഫൈ ചെയ്യും. ഓക്കെ, അപ്പോ വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് എന്ത്? ആഡ്വർബ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക. സിമ്പിൾ ആണ് ആഡ്വർബ്. അതിൽ തന്നെയിട്ട് വെർബ്, വെർബിൽ ആഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണെന്ന് ജസ്റ്റ് ട്രിക്കി രീതിയിൽ പഠിച്ചിരിക്കുക. അതാണ് ആഡ്വർബ്. ഓക്കെ, അത് സിമ്പിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അഡ്ജക്റ്റീവിനെക്കാളും സിമ്പിൾ ആണ് ആഡ്വർബ്. ഓക്കെ, അപ്പോ വെർബിനെ മോഡിഫൈ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ആഡ്വർബ്. ഓക്കെ, he sings beautifully. He sings beautifully എന്ന് പറയുന്ന സെന്റൻസിൽ സിങ്സ് എന്ന് പറഞ്ഞൊരു വേർബ് ആണ് അല്ലെ? ആ വേർബിനെയാണ് ഈ ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞ് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, then I opened the jar easily. അവിടെ ഓപ്പൺ, ഈസി ആയിട്ട് ഓപ്പൺ ചെയ്തു എന്നാ പറയുന്നത് അല്ലെ? അപ്പൊ ഓപ്പൺ ചെയ്യുന്ന ഒരു പ്രവൃത്തിയെ അല്ലെങ്കിൽ ഒരു വേർബിനെയാണ് നമ്മൾ ഈസിലി എന്ന് പറഞ്ഞ അഡ്വർബിൽ വെച്ചിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. Then I wrote it carefully. അതും എന്താണ്? എഴുതുന്നതിനാണ് അല്ലെ? അത് എഴുതുക. റോട്ട് എന്ന് പറഞ്ഞ വേർബ് ആണ്. വേർബിനെയാണ് കെയർഫുള്ളി എന്ന് പറയുന്ന ഒരു വേർഡ് വെച്ചിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. സോ വേർബിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആഡ്വർബ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി കുറച്ചുകൂടെ എക്സാമ്പിൾസിന്റെ ആവശ്യമുണ്ടോ? ക്ലിയർ ആണല്ലോ? സൗണ്ട് ക്ലിയർ? യെസ് മാം. യെസ്. എക്സാമ്പിൾസിന്റെ ആവശ്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയാം. എക്സാമ്പിൾ വേണം. എക്സാമ്പിൾ വേണം. എക്സാമ്പിൾ ഇല്ലാതെ ഒരു കളിയിലാണ്. ടീച്ചർ ഈസ് ടീച്ചിങ് ക്വയറ്റ്ലി. ടീച്ചിങ് എന്ന് പറയുന്ന വേർബിനെയാണ് ക്വയറ്റ്ലി വെച്ചിട്ട് മോഡിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹി ഈസ് സ്പീക്കിംഗ് ഓണസ്റ്റ്ലി. സ്പീക്കിംഗ് എന്ന് പറയുന്ന ഒരു വേർബ് ആണ്. ഓണസ്റ്റ്ലി എന്ന് പറയുന്ന അഡ്വർബ് വെച്ചിട്ട് മോഡിഫൈ ചെയ്തു. Then they are giving equally. Give, കൊടുക്കുക എന്നാണ്. അതും ഒരു വേർബ് ആണ്. ഈക്വലി ആയിട്ട് കൊടുത്തു അല്ലെ? അപ്പൊ ഈക്വലി എന്ന് പറയുന്ന അഡ്വർബ് വെച്ചിട്ടാണ് നമ്മള് മോഡിഫൈ ചെയ്തിരിക്കുന്നത്.
he swims well. He swims well means സ്വിമ്മിന് നമ്മൾ well നന്നായിട്ട് സ്വിം ചെയ്യുന്നുണ്ട് അല്ലെ. ആ well എന്ന് പറയുന്ന വേർഡ് വെച്ച് നമ്മൾ മോഡിഫൈ ചെയ്തു. അതാണ് adverb. ഇനി she is dressing nicely. അവൾ ഡ്രസ് ചെയ്ത് നൈസ് ആയിട്ടുണ്ട് അല്ലെ. അപ്പൊ ഡ്രസ് ചെയ്ത ഒരു വേർബിനെ നമ്മൾ മോഡിഫൈ ചെയ്തു. നൈസ്ലി എന്ന adverb വെച്ചിട്ട് മോഡിഫൈ ചെയ്തു. ഓക്കെ, സോ ഇതാണ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് adverb. സെന്റൻസിൽ verb ഉണ്ടോ നോക്കുക. ആ വേർബിനെ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് adverb ആണ്. ഓക്കെ, ക്ലിയർ? Okay. ഇനി Yes, ma'am. adverb phrase എന്താണ് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പറഞ്ഞു നോക്കി. What is adverb phrase? രണ്ട് ഒന്നിൽ കൂടുതൽ മോഡിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ ആഡ് ഫ്രേസസ് എന്ന് പറയും. അത്രേ ഉള്ളൂ അല്ലെ. ഒന്നിൽ കൂടുതൽ വേർബിനെ മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് adverb phrase ആണ്. That's all. Simple അല്ലേ? Okay. My sister Rachel sings extremely well. Rachel പാടുന്നത് extremely well ആണ്. രണ്ട് വാക്കിംഗ് ചെയ്തു. That is adverb phrase. You are walking so slowly. So slowly എന്ന് പറയുന്നതാണ് adverb phrase. Let's go for a walk after dinner. After dinner. Okay, after dinner എന്ന് പറയുന്നതാണ് അവിടെ adverb phrase ആയിട്ട് വരുന്നത്. She sings like രണ്ട് ലൈൻ വന്നിട്ടുണ്ട്. Like an angel. അവിടെ ഒറ്റ വാക്കേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നത്. Like an angel എന്ന് പറയുന്നതാണ് phrase. He speaks in a very loud voice. Loud voice ലാണ് സ്പീക്ക് ചെയ്യുന്നു. Very loud voice ആണ്. So അതാണ് that is the phrase. Clear ആണല്ലോ അല്ലേ? Yes. Yes. ഇനി ഇവിടെ ക്ലോസും വളരെ സിമ്പിൾ ആണ്. സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് adverb clause ആണ്. അപ്പോ noun clauseും adverb clauseും സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ adverb clause കംപ്ലീറ്റ് സിമ്പിൾ ആണ്. അവിടെ verb ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. Then അത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. അത്രയേ ഉള്ളൂ. ഓക്കെ, സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് adverb clause ആണ്. അതുപോലെ തന്നെ noun clause ആണ്. നിങ്ങൾ ചെയ്യേണ്ടത് സെന്റൻസ് എപ്പോഴും എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു നോക്കാം. നൗണിനെ ബേസ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പ്രോണോണിനെ ബേസ് ചെയ്തിരിക്കുന്നു, വേർബിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്ന് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. ദെൻ അത് എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് നോക്കാം. ഇനി റിലേറ്റീവ് പ്രോണോൺ വെച്ചിട്ടാണോ, ഇനി കൺജക്ഷൻ വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. എന്നിട്ട് വേണം നിങ്ങൾ അത് adverb clause ആണോ, noun clause ആണോ, adjective clause ആണോ എന്ന് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തത്. മിസ് ഒന്നും കൂടെ ഒന്ന് പറയാമോ? അതായത് adverb clause സ്റ്റാർട്ട് ചെയ്യുന്നത് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ചിട്ടാണ്. ഓക്കെ, ഈ സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ നൗണും സ്റ്റാർട്ട് ചെയ്യുന്നത്, നൗൺ ക്ലോസും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഒരു സെന്റൻസ് നിങ്ങൾക്ക് എപ്പോഴും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുമല്ലോ. ആ സെന്റൻസിനെ കറക്റ്റ് ആയിട്ട് നന്നായിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിനെ കുറിച്ചിട്ടാണ് എന്തിനെ കുറിച്ചിട്ടാണ് ആ സെന്റൻസിൽ പറയുന്നതെന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. ഇനി നൗണിനെ കുറിച്ചിട്ടാണോ, അല്ലെങ്കിൽ പ്രോണൗണിനെ കുറിച്ചിട്ടാണോ, ഇനി വേർബിനെ കുറിച്ചിട്ടാണോ എന്ന് ചിന്തിക്കാം. കറക്റ്റ് ആണ്, അത് നിങ്ങൾക്ക് റെക്ടിഫൈ ചെയ്തെന്ന് കറക്റ്റ് മനസ്സിലാവും. അതിനുശേഷം നിങ്ങൾ നോക്കേണ്ടത് അത് എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ആ ക്ലോസ് എന്ത് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. അതായത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണോ, ഇനി അഥവാ അത് സബോർഡിനേറ്റ് കൺജക്ഷൻ വെച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇനി അത് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാൻ പറ്റും അത് adjective clause ആണ്. കാരണം റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്തായാലും adjective ആയിരിക്കും. adjective clause മാത്രമേ റിലേറ്റീവ് പ്രോണൗൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോ അത് ക്ലിയർ ആണ്, അത് കണ്ടുപിടിക്കാൻ കുറച്ച് എളുപ്പമാണ്. ഓക്കെ, ഇനി noun clause നിങ്ങൾ നോക്കേണ്ടത് നൗണിനെ ബേസ് ചെയ്തിട്ടാണോ ഇരിക്കുന്നത് നോക്കുക ആ സെന്റൻസ്. ഓക്കെ, അപ്പൊ നൗൺ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് അത് സബോർഡിനേറ്റ് കൺജക്ഷൻ ആണോ വെച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ അഡ്ജക്റ്റീവും നൗണും സെയിം ആണ്, കാരണം നൗണിനെ തന്നെയാണ് അത് ഫോക്കസ് ചെയ്യുന്നത് ആ സെന്റൻസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ നൗണും അഡ്ജക്റ്റീവ് ആയിട്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ വരാം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാനായിട്ട്. അതിന് ഏക ഒരു വഴി എന്ന് വെച്ചാല് നൗൺ സ്റ്റാർട്ട് ചെയ്യുന്നത് സബോർഡിനേറ്റ് കൺജക്ഷൻ വെച്ചിട്ടും ആൻഡ്
adjective clause സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് ക്ലോസ് വെച്ചിട്ട് റിലേറ്റീവ് പ്രോണൗൺ വെച്ചിട്ടായിരിക്കും. ഓക്കെ, ദെൻ adverb clause വളരെ സിമ്പിൾ ആണ്. verb വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ അത് ക്ലോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഫ്രേസ് ആയിരിക്കും. ഓക്കെ, ക്ലോസ് കണ്ടെത്താണെങ്കിൽ അത് സബ്ജക്റ്റ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്ത വെർബ് ആണെങ്കിൽ അതെന്താണ്? adverb clause ആണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇത് ഏറ്റവും സിമ്പിൾ റെക്ടിഫൈ ചെയ്യാനും ഐഡന്റിഫൈ ചെയ്യാൻ ഏറ്റവും സിമ്പിൾ adverb ആണ്. I think so. Am I correct? So, clear ആണോ? ക്ലിയർ ആണോ ടീച്ചർ? ഇതൊന്ന് എഴുതിയെടുക്കണേനോ? എന്തോ ഇതൊന്ന് എഴുതിയെടുക്കണോ? എന്താ എഴുതിയെടുക്കണ്ടേ? ഈ പറഞ്ഞതൊന്ന് ഒന്നുകൂടി പറയാമോ? എനിക്ക് മനസ്സിലായില്ല, സീരിയസ് ആയിട്ട് എനിക്ക് മനസ്സിലായില്ല. ടീച്ചറെ ഞാൻ പറഞ്ഞു കേട്ടെ. വെർബിന് മുമ്പാണ് സബോർഡിനേറ്റിംഗ് കൺജക്ഷൻ വരുന്നതെങ്കിൽ അത് ആഡ്വർബ്, അങ്ങനെയാണോ? വെർബിനി, അതായത് നിങ്ങളുടെ ഇപ്പൊ I will not go out if it rains heavily എന്ന് പറയുന്ന ഒരു സെന്റൻസ്. ഓക്കെ, ഈ അണ്ടർലൈൻ ചെയ്തൊക്കെ വിട്ടേക്കും, അത് ശ്രദ്ധിക്കേണ്ട. ആ സെന്റൻസ് മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യും. I will not go out if it rains heavily. ഫസ്റ്റ് നിങ്ങൾ സെന്റൻസ് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്ന് ഐഡന്റിഫൈ ചെയ്യും. ഇവിടെ എന്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്? മഴേനല്ലേ? പുറത്ത് പോയിട്ടില്ല, ഔട്ടുന്നില്ലല്ലേ? വെർബല്ലേ, വെർബല്ലേ? ഗോ എന്ന് പറയുന്ന വെർബിനെയല്ലേ? വെർബിനെയാണ്. വെർബ് എന്തുകൊണ്ട് പോയില്ല എന്നുള്ളതാണ് അവിടെ വിശദീകരിക്കുന്നത്. അതെ, കാരണം എനിക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല എന്നാണ്. ഗോയാണ്, പോകുക എന്ന് പറയുന്ന ആ ഒരു വെർബിനെയാണ് അവിടെ ആ സെന്റൻസ് പറയുന്നത്. വെർബിനെ കുറിച്ചാണ് പറയുന്നത് സെന്റൻസ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു കാര്യം, ഒരു സെന്റൻസ് തരുമ്പോൾ സെന്റൻസിന്റെ മീനിങ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ആ മീനിങ് നിങ്ങൾക്ക് അറിയണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഒരു സെന്റൻസ് തരുമ്പോൾ അത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ സെന്റൻസിന്റെ മീനിങ്ങും ആ സെന്റൻസ് അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അതിനോട് പറയണം. ഓക്കെ, ക്ലിയർ ആണോ? ആണ് മിസ്, അങ്ങനെ ഇല്ല. ആർക്കെങ്കിലും മൂന്നും മനസ്സിലാക്കാനായിട്ട് അഡ്ജക്റ്റീവ് ക്ലോസ് ആണെങ്കിൽ നൗണിനോ പ്രോനൗണിനോ ആണ് നമ്മളെ വിശേഷിപ്പിച്ച ആ സെന്റൻസിൽ സംസാരിക്കുന്നുണ്ടായിരിക്കാം. ഇനി നൗൺ ക്ലോസ് ആണെങ്കിൽ അതിലെ സബ്ജക്റ്റിനെയോ ഒബ്ജക്റ്റിനെയോ ആണ് നൗൺ ആക്കിയിട്ട് റീപ്ലേസ് ചെയ്ത് അതിനെ അഡ്ജക്റ്റീവായിട്ട് വിശദീകരിച്ച് പറയുന്നുണ്ടായിരിക്കാം. ഇനി ആഡ്വർബ് ആണെങ്കിൽ വെർബിനെയാണ് നമ്മൾക്ക് അവിടെ വിശദീകരണം കൊടുക്കുന്നത്, അല്ലെ? അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിച്ചൂടെ? അതല്ല, ഞാൻ അത് ഓക്കെ, അതെല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചത്, ഇതിപ്പോ ഞാനൊരു ടെക്സ്റ്റ് വൈസ് നോട്ട് വൈസ് ആണ് ഓരോ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. ഇതൊന്നുമില്ല, ഞാൻ ഒരു സെന്റൻസ് മാത്രം നിങ്ങൾക്ക് തരുകയാണെങ്കിൽ നിങ്ങൾക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് എന്റെ ചോദ്യം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം വെച്ചിട്ട് എനിക്ക് പറ്റും. ബാക്കി എല്ലാവർക്കും നിങ്ങളുടെ എല്ലാവരുടെ ഒപ്പീനിയൻ എനിക്ക് അറിയാം, അതിനു വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത്. എല്ലാവരും ഇല്ല, കൺഫ്യൂഷൻ വരുന്നുണ്ട്, കൺഫ്യൂഷൻ വരുന്നുണ്ട്. എല്ലാം കൂടി ചെയ്യുമ്പോ കൺഫ്യൂഷൻ വരുന്നുണ്ട് മിസ്സേ. കൺഫ്യൂഷൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സെന്റൻസിന്റെ മീനിങ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട് മിസ്സേ. എല്ലാവർക്കും ഇനി ആർക്കെങ്കിലും അത് അറിയില്ലെങ്കിൽ ഇനി പറഞ്ഞാല് എന്ത് വിചാരിക്കും, മോശമാണോ ഒന്നൊന്നും ചിന്തിക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. ഇല്ല മിസ്, അറിഞ്ഞൂടെങ്കിൽ ചോദിക്കും, കാരണം മിസ് നമുക്ക് പറഞ്ഞു തരാനാണല്ലോ ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഞാൻ ബുദ്ധിമുട്ടായിട്ട് കണ്ടിട്ട് പറയാത്താണെങ്കിൽ ഒരിക്കലും പറയാതിരിക്കരുത്. കാരണം ഇപ്പൊ പഠിച്ചില്ലെങ്കിൽ വീട്ടിൽ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അങ്ങനെ അറിയില്ല, മീൻസ് മീനിങ് കിട്ടുന്നില്ല, പക്ഷെ എനിക്കത് മനസ്സിലാവുന്നില്ല, മീനിങ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല മിസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് ക്ലിയർ ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ ഞാൻ പഠിപ്പിച്ചു തരാം. അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയും, ഓപ്പൺ ആയിട്ട് പറയാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് ടെക്സ്റ്റ് ചെയ്താലും മതി. സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ടെക്സ്റ്റ് ചെയ്താൽ മതി.
Anyone? അല്ല, ഇപ്പൊ പറഞ്ഞത് മനസ്സിലായില്ല മിസ്, അല്ലാത്തൊക്കെ മനസ്സിലായിട്ടുണ്ട്. അല്ലാത്തൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ പറയാം. ആഡ്വേർബ് അങ്ങനെ നിൽക്കട്ടെ. ഇപ്പൊ ഏകദേശം 3 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആയി. ഈ 3 ചാപ്റ്റേഴ്സ് നമുക്ക് റീവൈൻഡ് ചെയ്യാം. പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല, റീവൈൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അഡ്ജക്റ്റീവ് ക്ലോസ് അല്ല അഡ്ജക്റ്റീവിനെ കുറിച്ച് എന്താണോ മനസ്സിലായത് അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. ആരോ ഒരാൾ പറയാം. പറയാത്തവര് പറയുന്നവര് പറയാം. ക്ലാസ്സിൽ ഒട്ടും പറയാത്തവര് അഡ്ജക്റ്റീവ് ആണ് അതുപോലെ അഡ്ജക്റ്റീവ്. ഞാൻ പറയാം മിസ്. ഒട്ടും സംസാരിക്കാത്തവര് ഞാൻ പറയാം മിസ്. ഞാൻ ഇതുവരെ പറഞ്ഞില്ല. അഡ്ജക്റ്റീവ് ക്ലോസ് ഇതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് റിലേറ്റീവ് പ്രൊണൗൺ വെച്ചായിരിക്കും. റിലേറ്റീവ് പ്രൊണൗൺ വെച്ചായിരിക്കും. ആണോ മിസ്സേ? പറയട്ടെ. റിലേറ്റീവ് പ്രൊണൗൺ പറഞ്ഞാല് ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, വേർ അതൊക്കെയാണ്. എക്സാമ്പിള് സൗണ്ട് വളരെ കുറവാണ്. കേൾക്കുന്നില്ല. അഡ്ജക്റ്റീവ് ക്ലോസ് ഇതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. സൗണ്ട് വളരെ കുറവാണ്. കേൾക്കുന്നില്ല. റേഞ്ച് എന്താ അറിയില്ല മിസ്സേ, ഞാൻ നല്ല സൗണ്ടിൽ പറയുന്നുണ്ട്. അഡ്ജക്റ്റീവ് ക്ലോസ് ഇതൊരു ഗ്രൂപ്പ് ഓഫ് വേർഡ് ആണ്. കേൾക്കുന്നുണ്ടോ? സൗണ്ട് വളരെ കുറവാണ്. റേഞ്ചിന്റെ പ്രശ്നമാണോ അറിയില്ല മിസ്സേ. റിലേറ്റീവ് പ്രൊണൗൺ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഹൂ, ഹൂസ്, ഹൂം, വിച്ച്, ദാറ്റ്, വെർ അതൊക്കെയാണ്. എക്സാമ്പിള് ഹൂസ് ബ്രദേഴ്സ് ലീവ് കേക്കാവോ? എന്താ റിലേറ്റീവ് പ്രൊണൗണ് ഹൂസ് കം ആഫ്റ്റർ ദ നൗൺ ഓഫ് ഫ്രണ്ട്. എന്തിനെ ആരെ കുറിച്ചാണോ പറയുന്നത് നോക്കുക. എക്സാമ്പിൾ ഐ വിസിറ്റ് ദ ടൗൺ വേർ ദ മീറ്റ്. ഇതില് വേർ എന്നുള്ളത് റിലേറ്റീവ് പ്രൊണൗൺ ആണ്. അതുകൊണ്ട് ദേ മീറ്റ് അതാണ് അഡ്ജക്റ്റീവ് ക്ലോസ്. അടുത്തത് ദ ഓറഞ്ച് ദാറ്റ് ഹി ബ്രൗട്ട് വാസ് എ ഡിലീഷ്യസ്. ഇതില് ദാറ്റ് എന്നുള്ളത് റിലേറ്റീവ് പ്രൊണൗൺ ആയതുകൊണ്ട് ദാറ്റ് ഹി ബ്രൗട്ട് അതാണ് റിലേറ്റീവ് ക്ലോസ് അല്ലേ? ഒന്ന് മ്യൂട്ട് ചെയ്യോ? എങ്ങനെ മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ. ഫർസാനയുടെ സൗണ്ട് കേൾക്കുന്നത് വളരെ കുറവാണ്. സൗണ്ട് കുറവായിട്ടാണ് കേൾക്കുന്നത്. അത് ഡിസ്റ്റർബൻസിന് നല്ല സൗണ്ട് ഉണ്ട്. ഓക്കെ. അപ്പൊ ഫർസാന പറയുന്നത് ചെറിയ ചെറുതായിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത്രയും ഫുള്ളായിട്ട് കേൾക്കുന്നില്ല. ഓക്കെ. ഒന്ന് റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ. ഇനി വേറെ ആരെങ്കിലും ഒന്ന് പറയാമോ? അഡ്ജക്റ്റീവ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഓക്കെ. അഡ്ജക്റ്റീവ് ഫ്രേസും അഡ്ജക്റ്റീവ് ക്ലോസും ആണോ? ഫ്രേസ് ഒന്നും കുഴപ്പമില്ലെന്ന് തോന്നുന്നു. വലിയ കുഴപ്പമില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടോ? പറയൂ. ഫ്രേസ് കുഴപ്പമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് പറയൂ. പറഞ്ഞോളൂ. വന്നിട്ടോ കുഴപ്പമില്ല. പറയൂ. അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ്സ് യൂസ്ഡ് ടു മോഡിഫൈ നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ. നൗണിനെ അല്ലെങ്കിൽ പ്രോനൗണിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഷീ ഈസ് എ കൈൻഡ് പേഴ്സൺ എന്ന് പറയുന്നതില് ഷീ എന്ന് പറയുന്നത് പ്രോനൗണും എന്താണ് കൈൻഡ് എന്ന് പറയുന്നതാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയുന്ന ഒന്നോ അതിലധികമോ അഡ്ജക്റ്റീവ് ഉപയോഗിച്ച് എന്താണ് നമ്മള് ഒരു വേർഡിനെ
എന്താണ് കൂടുതലായിട്ട് മോഡിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു? അഡ്ജക്റ്റീവ് ഫ്രേസസ് എന്ന് പറയുന്നു. ഫോർ എക്സാമ്പിൾ, ദി പെൻ ഓൺ ദി ടേബിൾ ഈസ് മൈൻ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. പിന്നെ അടുത്ത് പറയുന്നത് അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നത് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആൾവേസ് ദാറ്റ് സ്റ്റാർട്ട് വിത്ത് റിലേറ്റീവ് പ്രൊനൗൺസ്. റിലേറ്റീവ് പ്രൊനൗൺസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ എന്തെന്ന് പറയുന്നു? അഡ്ജക്റ്റീവ് ക്ലോസ് എന്ന് പറയുന്നു. ദിസ് എക്സാമ്പിൾ, ദിസ് ഈസ് ദി പിക്ചർ ദാറ്റ് ഐ സെൻഡ് യെസ്റ്റർഡേ എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അല്ലേ മിസ്സേ? കറക്റ്റ് അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ? അഡ്ജക്റ്റീവ് സിമ്പിൾ ആണ് അല്ലേ? ഫസ്റ്റ് അത് കുഴപ്പമില്ല, കുഴപ്പമില്ല, അത് ക്ലിയർ ആണ്. എല്ലാവർക്കും ഇനി ക്ലിയർ ആണല്ലോ? അഡ്ജക്റ്റീവ് ക്ലിയർ ആണ്. ഫ്രേസ് ആൻഡ് ക്ലോസ് ഈ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ക്ലിയർ ആണ്. എല്ലാവരും ക്ലിയർ. നിങ്ങള് നോട്ട് എഴുതി വെക്കുക. എന്റെ നോട്ട് ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും ഇപ്പോ ഇത് മൂന്ന് നിങ്ങൾക്ക് കുറച്ച് ഡൗട്ട് ആണ്. ഓക്കെ, സോ നിങ്ങൾ നോട്ട് എഴുതി വെക്കാം. ഒരു പോയിന്റ് ആണ് നോട്ട് ചെയ്ത്. ഞാനും മലയാളത്തിൽ എഴുതി വെക്കുകയാണ് ചെയ്യുന്നത് മിസ്സേ. മിസ് പറഞ്ഞു തരുന്നത് വെച്ചിട്ട് മലയാളം ഇംഗ്ലീഷും കൂടെ മിക്സ് ചെയ്ത് ഒരു ലെക്ചർ നോട്ട് പോലെ എഴുതി വെക്കുകയാണ്. അങ്ങനെ ആവുമ്പോ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നു. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മലയാളത്തിലും ഇംഗ്ലീഷും ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് ആ രീതിയിൽ. ഓക്കെ, പോയിന്റ് ആയിട്ടോ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അതിന് വേണ്ടിയിട്ടാണ്. അതായത് ജസ്റ്റ് ഇപ്പോ ഒന്നിൽ കൂടുതൽ വാക്കുകൾ ഉപയോഗിച്ചിട്ട് നൗണിനെ പ്രോനൗണിനെ മോഡിഫൈ ചെയ്തത് നൗൺ അഡ്ജക്റ്റീവ് ഫ്രേസ് ആണ്. ദെൻ ക്ലോസ് ആണെങ്കിൽ ഇതുപോലെ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആണ്. സ്റ്റാർട്ട് ചെയ്തത് റിലേറ്റീവ് പ്രോനൗൺ വെച്ചിട്ടാണ്. ഇത്രയും മാത്രം എഴുതിയാൽ മതി. ക്ലിയർ ആണ്? ഇത്രയേ ഉള്ളൂ അതിൽ നോക്കാനായിട്ട്. ഓക്കെ മിസ്, അപ്പൊ നൗൺ ക്ലോസ് എന്ന് പറയുന്നത് പറയട്ടെ, കറക്റ്റ് ആണെന്ന് അറിഞ്ഞൂടാ, പറയുവാണ്. എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വിച്ച് സ്റ്റാർട്ട് വിത്ത് സബോർഡിനേറ്റ് കൺജങ്ഷൻസ്. ഇത്രയും പറഞ്ഞാ പോരെ? സബോർഡിനേറ്റ് കൺജങ്ഷൻസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നൗൺ ക്ലോസ് എന്ന് പറയുന്നു. ഇത്രയല്ലേ ഉള്ളൂ? ഇതുവരെ എനിക്ക് ഓക്കെയാണ്, എനിക്ക് മനസ്സിലായേ. അഡ്ജക്റ്റീവ് ക്ലോസ് വരുമ്പോ ഇത് എങ്ങനെ എഴുതും? ഇതേപോലെ അഡ്ജക്റ്റീവ് ക്ലോസ് ആണോ ഈ ആഡ്വർബ് ആണോ? എന്താ ഉദ്ദേശിച്ചത്? അഡ്ജക്റ്റീവ് തന്നെയല്ലേ? സോറി ആഡ്വേർബ് ആണ്. ആഡ്വേർബ് ക്ലോസ് ആണ് ചോദിച്ചത്. ആഡ്വർബ് ക്ലോസ് എങ്ങനെ എഴുതും എന്നാണ് അല്ലേ? ഇത് രണ്ടിലും ഈസിയാണ് ആഡ്വർബ്. സത്യത്തില് നമ്മൾ ആ സെന്റൻസിന്റെ മീനിങ്ങില് എവിടെയാണ് വെർബ്, ഏതാണ് വെർബ് എന്ന് കണ്ടുപിടിക്കുക. ആ വെർബിനെയാണോ അവിടെ എക്സ്പ്ലനേഷൻ കൊടുത്ത് സംസാരിക്കണേന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റു രണ്ട് ക്ലോസിനെങ്കിലും സോ ഈസിയാണ് ആഡ്വർബ് ക്ലോസ്. എനിക്ക് തോന്നുന്നത് അഡ്ജക്റ്റീവ് നൗണിനൊക്കെ ഏറ്റവും സിമ്പിള് ആഡ്വർബ് ആണ്. വെരി സിമ്പിൾ ആണ്. കാരണം വെർബ് ഉണ്ടെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വെർബ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ആണ്. അവിടെ സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി അത് എന്താണ്? ആഡ്വർബ് ക്ലോസ് ആണ്. വെർബ് ഉണ്ടോ എന്ന് മാത്രം ചെക്ക് ചെയ്യാം. ഓക്കെ, വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ എന്തെന്ന് പറയുന്നു? ആഡ്വർബ് ക്ലോസ് എന്ന് പറയുന്നു അല്ലേ? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വെർബിനെ മോഡിഫൈ ചെയ്ത് പറയുമ്പോൾ അത് ആഡ്വർബ് ക്ലോസ് ആണ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ വെച്ചിട്ട് തന്നെയാണ് ആഡ്വർബിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, വെർബ് ഉണ്ടോ നോക്കിയാൽ മതി. ഓക്കെ ആണോ? ആണ് മിസ്. ഓക്കെ ആണ് മിസ്. ഓക്കെ ആണ്. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം. അത് നമുക്ക് ചെയ്ത് നോക്കാം. 3 ഉണ്ടാവും കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എന്താ ഡൗട്ട് വരുന്നത് നമുക്ക് നോക്കാം. പറഞ്ഞു തരും, നമ്മൾ നോട്ട്ബുക്കിൽ എഴുതിയെടുക്കാം. പറയുകയുള്ളൂ കേട്ടോ. കാരണം ഞാൻ ടെക്സ്റ്റ് ചെയ്യാത്തത് നിങ്ങൾക്ക് പറയുമ്പോൾ നിങ്ങൾ കേട്ട് എഴുതാൻ നോക്കാം. നോക്കി എഴുതുന്ന പോലെയല്ല. ഒരു മിനിറ്റ് മിസ്, ഒരു കാര്യം. ഇപ്പൊ ഇങ്ങനെ എഴുതിയ പോലെ സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർബ് ഉണ്ടാന്ന് നോക്കണം ഒന്നും കൂടി. സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർബ് അല്ല, ആ സെന്റൻസ് വെർബിനെ മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. സെന്റൻസ് വെർബിനെ മോഡിഫൈ ചെയ്യുന്നതായിരിക്കും. അത് സബോർഡിനേറ്റ് കൺജങ്ഷൻ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ക്ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആഡ്വർബ് ക്ലോസ് ആണ്. അതായത് ഒരു സെന്റൻസ് വെർബിന് ബേസ്ഡ് ആയിട്ട് ഇരിക്കാം. ഓക്കെ, ആ സെന്റൻസ്
സബോർഡിനേറ്റ് കൺജക്ഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസ് ഉണ്ടെങ്കിൽ അത് ആഡ്വേർബ് ക്ലോസ് ആണ്. ഓക്കെ, ഓക്കെ മാം. അപ്പോ എഴുതിയെടുത്തോളൂ. She believed that I was right. She believed that I was right. First example ആണ്. She believed that I was right. I was right എന്നല്ലേ? Right. R-I-G-H-T. Right. She believed that I was right. അവൾ വിശ്വസിക്കുന്നു ഞാൻ റൈറ്റ് ആണെന്ന്, ആയിരുന്നു എന്ന് അവൾ വിശ്വസിക്കുന്നു എന്നാണ്. വിശ്വസിച്ചു. Okay. She believed that I was right. Next, the person who I am calling is my sister. The person who I am calling is my sister. The person who I am calling is my sister. Okay. Next, speed കൂടുതലുണ്ടെങ്കിൽ പറയണം. Okay. Next, we played in the garden. We played in the garden. We played in the garden until the sun set. Until the sun set. We played in the garden until the sun set. We played in the garden until the sun set. Next, the desk that is broken. The desk that is broken. Desk ആണോ? Desk. D-E-S-K. Desk. The desk that is broken is in the shed. Broken is in the shed. S-H-E-D. Shed. The desk that is broken is in the shed. മാം ബ്രോക്കൺ കഴിഞ്ഞിട്ട് ഒന്ന് പറയോ, ക്ലിയർ ആയില്ല. Is ആണ്. Is. I-S. Broken is in the shed. Okay. Next, I wonder why Sarah is absent. I wonder why Sarah is absent. I wonder why Sarah is absent. ഒന്നുകൂടി പറയൂ. I wonder, W-O-N-D-E-R. I wonder why Sarah, ഒരു നെയിം ആണ്. Why Sarah is absent. Absent ആണ്. A-B. സാറിന്റെ മുമ്പിൽ എന്താ പറഞ്ഞേ? Why. W-H-Y. Why? എന്തുകൊണ്ട്? Sarah is absent. A-B-S-E-N-T. Absent. Next, John went home. John went home. John went home after he finished his lunch. After he finished his lunch. John went home after he finished his lunch. After he finished his lunch. So, ലാസ്റ്റ് വേർഡ് എന്തായിരുന്നു മാം? ലഞ്ച്. ഫിനിഷ്ഡ് കഴിഞ്ഞിട്ടുണ്ടോ? John went
home after he finished his lunch. അവന്റെ ലഞ്ച് ഫിനിഷ് ചെയ്തതിനു ശേഷം അവൻ വീട്ടിൽ നിന്ന് പോയി എന്നാ പറയുന്നത്. John went home after he finished his lunch. Okay, so ഇതൊന്ന് നോക്കി എന്താണ് ഏതൊക്കെയാണ്. ഫസ്റ്റ് ഏതായിരുന്നു? She believed that I was right എന്നാണ്. എന്താണ്? ബിലീവ്ഡ്. ബിലീവ്ഡ് ആണ്. ഇത് adverb ആണ്. adverb clause ആണോ? ആണോ മാം? that ഉണ്ടല്ലോ. ബിലീവ്ഡ് ആണോ വെർബ്? വിശ്വസിക്കുക. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ. നോൺ ക്ലോസ് ആണോ? ഷീ ആണോ? എന്താണിത് എന്നോട് ചോദിക്കുന്നോ? എനിക്ക് ആൻസർ ആണ് വേണ്ടത്. നിങ്ങൾ കെയർഫുൾ ആയിട്ട് വായിച്ചു നോക്കുക, സെന്റൻസ് നോക്കുക, അതെന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു. ഞാൻ പറഞ്ഞു എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു. വെർബ് കറക്റ്റ് ആയിട്ട് വെർബ് ആണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ നോക്കൂ. ഞാൻ പറഞ്ഞു സെന്റൻസ് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് ഓരോരുത്തരുടെ ആൻസർ പറഞ്ഞേ. തെറ്റിയാലും കുഴപ്പമില്ല, ആൻസർ പറഞ്ഞു. ആണോ ആണോ എന്നല്ല, ആൻസർ പറയും. അഡ്ജക്റ്റീവ് ക്ലോസ് അല്ലേ? നെക്സ്റ്റ് ആൻസർ പറയൂ. എല്ലാവരും പറയണം. അതൊക്കെ അറിയിച്ചാൽ മതി. ആൻസർ പറയൂ. She believed that I was right. അവള് വിശ്വസിച്ചു adverb ആണ്. ഞാൻ റൈറ്റ് ആയിരുന്നു എന്ന്. അവൾ വിശ്വസിച്ചു. ഇതേപോലെ എക്സാമിന് ആരും പറഞ്ഞിട്ടില്ല കേട്ടോ. നിങ്ങൾ സ്വന്തമായിട്ട് ആണോ എന്നല്ല, ആൻസർ നൗൺ ക്ലൗഡ്സ് ആണെന്ന് തോന്നുന്നു. എനിക്ക് അതാണ് തോന്നുന്നത്. എല്ലാവരും ആൻസർ എനിക്ക് ഒന്നിലും ടെക്സ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ പറയണം. എനിക്ക് അറിയണം എത്ര പേര് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്ന് എനിക്ക് അറിയണം. അതിന് വേണ്ടിയിട്ടാണ് ടെക്സ്റ്റ് ചെയ്യൂ. 35 അബൌട്ട് സ്റ്റുഡൻസ് ഉണ്ട്. എല്ലാവരും ആൻസർ ചെയ്യണം. എന്നാലേ നിങ്ങൾ ക്ലിയർ ആയോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻസർ. ആൻസർ ചെയ്യുന്നില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ഒന്നും അറിയില്ല എന്നർത്ഥം. ആൻസർ വേണം. എനിക്ക് ആൻസർ വേണം. നോൺ ക്ലോസ് ആണോ? ആണോ എന്ന്. ഓക്കെ, noun clause. ഓക്കെ. എനിക്ക് ആൻസർ വേണം. ടെക്സ്റ്റ് ചെയ്യൂ. ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ പറയാം. Adjective clause, noun clause. ദിവ്യന്റെ ആൻസർ ഒന്നും പറയത്തെ? ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് മാം. ടൈപ്പ് ചെയ്തോ? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് കൺഫ്യൂസിംഗ് ആയി. പക്ഷെ ബാക്കിയെല്ലാം ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് എക്സ്പ്ലനേഷൻ അടക്കം ഞാൻ ആൻസർ ചെയ്തിട്ടു.
അയ്യോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മാത്രമല്ലേ പറഞ്ഞോളൂ, എല്ലാം പറഞ്ഞാ? പക്ഷെ ബാക്കിയെല്ലാം എനിക്ക് കറക്റ്റ് ആൻസർ എക്സ്പ്ലനേഷൻ അടക്കം എനിക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെനിക്കൊരു ഡൗട്ട്. ഓക്കെ, ഞാൻ ആൻസർ പറയാം. നൗൺ ക്ലോസ് ആണ്. നമുക്ക് ശരിയായി. അപ്പൊ ശരിയായി മാം. നൗൺ ക്ലോസ് ആണ്. അഡ്ജക്റ്റീവ് ക്ലോസ് അല്ല കേട്ടോ, നൗൺ ക്ലോസ് ആണേ. സെന്റൻസ് നന്നായിട്ട് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പൊ മനസ്സിലായാലോ ഇങ്ങനെയൊക്കെയാ ക്വസ്റ്റ്യൻ വരാന്ന്. ഒന്ന് വിശദീകരിച്ച് തരാമോ മിസ്സേ? എന്തോ വിശദീകരിച്ച് തരാമോ എന്താണ് വരാൻ കാരണം? ഓക്കെ, ഈ നൗൺ ക്ലോസ് ആരൊക്കെയാണ്? ദിവ്യ കറക്റ്റ് പറഞ്ഞു, അമൃത പറഞ്ഞു. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കൂ ദിവ്യ. മാം എന്താ ഞാൻ കേട്ടില്ല. ഹലോ, എക്സ്പ്ലെയിൻ. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞോ? പറഞ്ഞു. നൗൺ ക്ലോസ് വരാനുള്ളതിന്റെ കാരണങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു അല്ലേ? ഫസ്റ്റ് ആൻസർ എന്തുകൊണ്ടാണ് ഇത് നൗൺ ക്ലോസ് ആയത് എന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ ഓക്കെ ഓക്കെ. സെന്റൻസ് ഷീ ബിലീവ്ഡ് ദാറ്റ് ഐ വാസ് റൈറ്റ്. നൗൺ ഇത് ആദ്യം നമ്മൾ ഏത് ക്ലോസ് ആണ് കണ്ടുപിടിക്കാൻ അത് റിലേറ്റീവ് പ്രോണൗൺ ഉണ്ടോന്നാ ഞാൻ ആദ്യം ചെക്ക് ചെയ്തത്. റിലേറ്റീവ് പ്രോണൗൺ ഉണ്ട്, പക്ഷെ അത് റിലേറ്റീവ് പ്രോണൗൺ ആയ ദാറ്റ് അത് ആ സബ്ജക്റ്റിനാണോ പിന്നെ അത് നൗണിനോ പ്രോണൗണിനോ ശേഷമാണോ വരുന്നതെന്ന് നോക്കി. പക്ഷെ ഈ ഒരു സെന്റൻസില് അത് നൗണിനെയാണ് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അതിലെ സബ്ജക്റ്റ് അതിനെ മാറ്ററിനെയാണ് വിശദീകരിച്ച് പറയുന്നത്. ഒരിക്കലും ഒരു നൗണിനോ പ്രോണൗനോ ശേഷം റിലേറ്റീവ് പ്രോണൗൺ ചെയ്തിട്ട് ആ ഒരു നൗണിനോ പ്രോണൗണിനോ ആയിട്ടല്ല എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത് നൗൺ ക്ലോസ് ആയിട്ട് വന്നത്. അഡ്ജക്റ്റീവ് ക്ലോസും അല്ല ആഡ്വർബും അല്ല എന്ന് മനസ്സിലാക്കി ആദ്യം. അല്ല, ഞാൻ പറഞ്ഞത് തെറ്റിയോ? പക്ഷെ മനസ്സിലായോ എനിക്കൊരു ഡൗട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾക്കത് ഡൗട്ട് ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ബാക്കി കൂടെ പറഞ്ഞു പോയിട്ട് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിനനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ഇനി സെക്കൻഡ് വൺ ഏതായിരുന്നു? The person who I am calling in my sister. ആൻസർ പറയൂ. അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ദ പേഴ്സൺ എന്ന നൗണിനെ റിലേറ്റ് ചെയ്തിട്ട് അവിടെ ഹു എന്ന് യൂസ് ചെയ്തു. ആ ഹു എന്ന റിലേറ്റീവ് പ്രോണൗൺ കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് ആയിട്ട് ഐ ആം കോളിംഗ് ഇൻ മൈ സിസ്റ്റർ എന്നുള്ള ഐ ആം കോളിംഗ് ഇൻ മൈ സിസ്റ്റർ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. എല്ലാവരും ആൻസർ പറയൂ. അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ആൻസർ എല്ലാവരും പറയൂ. Adjective clause. Adjective clause. Adjective clause. Adjective clause. Adjective clause ആണ് മിസ്സേ. ഉറപ്പാണോ? അത് ഷുവർ? ഷുവർ or not? Yes. Yes. Yeah. Adjective clause ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? പക്ഷെ നിങ്ങൾ എല്ലാവരും ആൻസർ പറയുന്നില്ല. ഇല്ല. ദിവ്യ പറഞ്ഞ നല്ല കറക്റ്റ് അത് തന്നെയാണ്. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത മറ്റേ നമ്മളെ റിലേറ്റീവ് പ്രോനൗൺ ഹൂ എന്ന് പറയുന്നത് വരുന്നത് കറക്റ്റ് ആണ്. അത് adjective clause ആണ്, കറക്റ്റ് ആണ്. ഇനി നെക്സ്റ്റ് തേർഡ് വൺ. Third one, we played in the garden until the sunset. ആണോ? Adverb clause. Adverb clause. Adverb clause. Adverb clause. Adverb phrase. അവിടെ പ്ലേഡ് എന്ന് പറയുന്ന വെർബിനെ മോഡിഫൈ ചെയ്തിട്ടാണ് അവിടെ പറയുന്നത്. Adverb clause ആണ്. കറക്റ്റ് ആണ്, adverb clause ആണ്. ഇനി നെക്സ്റ്റ് ഏതായിരുന്നു?
The desk ആയിരുന്നോ? Adjective clause. ഡെസ്ക്. The desk is in the shed. ഏതായിരുന്നു ആൻസർ? Adjective clause. ആണോ? അല്ലെങ്കിൽ noun clause ആണോ? ആ ഡെസ്കിനെ അല്ലേ റിലേറ്റീവ് പ്രോണൗൺ ആയിട്ട് Skin-അല്ലേ that use ചെയ്യുന്നത്? noun clause അല്ലേ? ആൻസർ പറയൂ. അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. ഡെസ്കിനെയാണ് ബ്രോക്കൺ. ഡെസ്കിന്റെ കാര്യമല്ലേ പറഞ്ഞേക്കുന്നത് ബ്രോക്കൺ ആയി എന്ന്. ഡെസ്ക് അവിടെ നൗൺ ആണ്. ആ നൗണിന്റെ റിലേറ്റീവ് പ്രോണൗൺ ആണ് ദാറ്റ്. നിങ്ങൾ ആൻസർ ഒന്നും പറയാതെ എല്ലാവരും ആൻസർ പറയുമ്പോ നിങ്ങളോട് എന്തെങ്കിലും പറയുന്ന ആൻസർ പറയൂ പറയൂന്ന്. adjective pronoun ആണോ? adjective pronoun അല്ല, adjective clause. adjective clause, noun clause, yeah. adjective clause ആണ്. Okay, adjective clause ആണ് ആൻസർ. Yeah, it's okay, Lakshmi. Next, ഏതായിരുന്നു? I wondered why Sarah is absent. Noun clause. Noun clause. നൗണിനെ അല്ലേ പറഞ്ഞേക്കുന്ന വണ്ടർ ചെയ്ത് നൗണിനെ ഇതാക്കിയല്ലേ. ആൻസർ പറയുന്നുണ്ടോ? എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ പറയൂലേ, ഞാൻ ആൻസർ പറയാം. Noun clause, ma'am. Noun clause ആണ്. noun കുറിച്ച് noun clause ആണ്. കറക്റ്റ് ആണ്, noun clause. ഇനി നെക്സ്റ്റ്, John went home after he finished his lunch. Adverb clause. Adverb clause. Adverb clause. adverb clause. adverb അല്ല, adverb. ഓക്കെ, നമ്മൾ ഒരു വാക്കും പ്രൊണൗൺസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് പ്രൊണൗൺസ് ചെയ്യാൻ പഠിക്കണം കേട്ടോ. അത് തെറ്റ് പറഞ്ഞല്ല, അങ്ങനെ പഠിക്കുന്ന നല്ലതാണ്. adverb clause. Yeah. adverb clause ആണ്. ഇനി ഇപ്പോ 3 സെന്റൻസ് പറഞ്ഞു, കറക്റ്റ് ആയിട്ട് പറഞ്ഞവരുണ്ട്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇനിയും ഡൗട്ട് ഇതിനെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ കറക്റ്റ് ആൻസർ പറഞ്ഞവർ ക്ലിയർ ചെയ്ത് തരും. കാരണം ഇത് കുറച്ച് പേർക്ക് അത് മനസ്സിലായി എന്ന് എനിക്ക് തോന്നുന്നു. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഡൗട്ട് ഉള്ളൂ, ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്താൽ തന്നെ ഇത് ക്ലിയർ ആകും. കാരണം വലിയ വലിയ ഡൗട്ടും കാര്യങ്ങളൊന്നും ഇതിലില്ല. ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുന്നു. കാരണം നമുക്ക് വെർബ് ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ബിലീവ്, വണ്ടർ ഒക്കെ പറയുമ്പോൾ നിങ്ങൾ വെർബ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ചെറിയ മിസ്റ്റേക്സ് ആണ്. അത് നിങ്ങൾ തന്നെ ഡിസ്കസ് ചെയ്യുമ്പോൾ ക്ലിയർ ആകും. അപ്പൊ ഡൗട്ട് ഉള്ളവര് ഒന്നില്ലെങ്കിൽ ദിവ്യ, കുറച്ച് പേര് കറക്റ്റ് ആൻസർ പറഞ്ഞവരുണ്ട്. ദിവ്യ, അമൃത, പിന്നെ ആരൊക്കെയാണ്, കുറച്ച് പേരുണ്ട്. അപ്പോ അവരോടൊക്കെ ഇത് ചോദിക്കുകയാണെങ്കിൽ ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. അപ്പൊ ആ ഡൗട്ട് അങ്ങനെ ഓക്കെ ആണോ? ഓക്കെ മിസ്. അപ്പോ 3 ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. സന്തോഷമായി എല്ലാവരും? ഓ സന്തോഷായി. പക്ഷെ ഇതെല്ലാം പഠിക്കണ്ടേ? പഠിക്കണം. പക്ഷെ ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ പഠിപ്പിച്ചെന്നില്ലേ? അതെ മിസ്സേ. ചുമ്മാ തന്നെ ഞാൻ പെട്ടെന്ന് പഠിച്ചു. കൊള്ളാം. 3 ചാപ്റ്റർ കഴിഞ്ഞു. നന്നായിട്ട് റിവൈൻഡ് ചെയ്യാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. പിന്നെ ഒരു ചാപ്റ്റർ കഴിഞ്ഞു, അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലും ഫസ്റ്റ് തുടങ്ങി എപ്പോഴും റിവൈൻഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇംഗ്ലീഷ് ആണ്, എക്സാമിന് വേണ്ടി പഠിക്കരുത്. ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇന്നും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്. അല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അതും ഗ്രാമർ ആണ്. അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോ മാക്സിമം റിവൈൻഡ് ചെയ്യും. എല്ലാവരും തന്നെ മാക്സിമം റിവൈൻഡ് ചെയ്താല് ഒരിക്കലും മറക്കില്ല നിങ്ങൾ. ഓക്കെ, എക്സാമിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒരിക്കലും പഠിക്കരുത്. പറ്റാവുന്ന എല്ലാവരും മാക്സിമം റെഫർ ചെയ്യാൻ നോക്കുക. ഒരുപാട് നോളജ് നമുക്ക് ഉണ്ടാക്കാൻ നോക്കിയാൽ തന്നെ ഇതൊക്കെ എന്റെ എക്സാം എന്നല്ല, ഇത് വന്നാലും നിങ്ങൾക്ക് പഠിക്കും.
ഓക്കെ ആണോ? യെസ് മാം. ഓക്കെ മിസ്. ഓക്കെ. പിന്നെ നിങ്ങൾ ടെക്സ്റ്റിനെ കുറച്ച് പറയുന്നുണ്ട്. സബോർഡിനേറ്റ് കൺസ്ട്രക്ഷൻ വെച്ചൊക്കെ തന്നെയാണ്. കുറേ എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് നോക്കാം. ഓക്കെ. ഇപ്പൊ കൺഫ്യൂഷൻ വരും എന്ന് വെച്ചിട്ടാണെങ്കിൽ നോക്കിയില്ലേ കുഴപ്പമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കുറച്ചുകൂടെ അറിയാം. അറിയേ ഉള്ളൂ. എല്ലായിടത്തും മഴയുണ്ടോ? ഇവിടെ മഴ. അമൃതയ്ക്ക് എന്നും മഴയാതൊന്നുമില്ല. അമൃത എല്ലാ ക്ലാസ്സിലും പറയണേക്ക് ഇവിടെ മഴയുണ്ടോ അവിടെ മഴയുണ്ടോ എന്ന് ചോദിക്കണേക്കാം. സീരിയസ് ആയിട്ട് എന്റെ വീട് തിരുവനന്തപുരത്താണ്. എന്റെ ഇവിടെ മാത്രമേ ഉള്ളൂ എന്തോ മഴ പെയ്യുന്നത്. ഇവിടെ മാത്രമേ പെയ്യുള്ളൂ. ഞാൻ ആരടുത്ത് ചോദിച്ചാലും പറയാം അമ്മ ഇവിടെ മഴയില്ല. ഇവിടെ മഴയുണ്ട്, ഇവിടെ മഴയില്ല. ഇവിടെ നല്ല മഴയാ. ഇവിടെ മഴയുണ്ട്. അതുകൊണ്ട് ഇടയ്ക്ക് റേഞ്ചിന്റെ പ്രോബ്ലം വരാറുണ്ട്. മിസ് കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് വോയിസ് വരുന്നത്. അപ്പോ ഒരു കാര്യം, അഡ്ജക്റ്റീവിന്റെ മോക്ക് ടെസ്റ്റ് നാളെ ഉണ്ടാകും. അപ്പൊ ഇനി ഓരോ ക്ലാസ് കഴിയുമ്പോഴും മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ഇപ്പൊ അഡ്ജക്റ്റീവ് വരും, അടുത്ത നൗൺ ഉണ്ടാകും, അതിനടുത്ത ദിവസം ആഡ്വേർബ് ഉണ്ടാകും. ഓക്കെ, അങ്ങനെ മോക്ക് ടെസ്റ്റ് ഉണ്ടാകും. ഓക്കെ മിസ്. പിന്നെ മാക്സിമം ഇംഗ്ലീഷ് ഓരോ സെന്റൻസ് തരുമ്പോഴും മീനിങ് മനസ്സിലാക്കാൻ പഠിക്കുന്നുണ്ട് എല്ലാവരും. എന്ത് പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിലും ചോദിക്കാം. ഓക്കെ, കാരണം നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും ഞാൻ ഒരുവിധം ഗ്രാമർ എന്നൊക്കെ ഞാൻ പഠിപ്പിച്ചു തരും. ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കോൺഫറൻസ് ഇവിടെ വരും. നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രം. ഓക്കെ, മാക്സിമം ഒന്ന് കോപ്പറേറ്റ് ചെയ്യാം. ദെൻ ഇനി അടുത്തത് നമ്മുടെ പ്രപ്പോസിഷൻ ആയിട്ട് എടുക്കാം. 10th ചാപ്റ്റർ പ്രപ്പോസിഷൻ ആയിട്ട് എടുക്കാം. ഓക്കെ, പ്രപ്പോസിഷൻ ഞാൻ ഇതിൽ നോട്ട് ഉണ്ടാവില്ല, എഴുതിയെടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോ അത് പറഞ്ഞാ മതി മിസ്സേ, നമ്മൾ എഴുതി പറഞ്ഞു തരും, നിങ്ങൾ എഴുതിയെടുക്കണം. അത്രയൊക്കെയാണ്. അപ്പൊ എങ്ങനെയാണ് പഠിക്കാൻ? എളുപ്പമാണോ? ഇംഗ്ലീഷ് ക്ലിയർ ആവുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മളെ ഗ്രൂപ്പിലുള്ളവരെല്ലാരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പഠിക്കാൻ. ഫോളോ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് എല്ലാവർക്കും? എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? എന്തെങ്കിലും ഒപ്പീനിയനോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തെങ്കിലും പറയാനുണ്ടോ ആർക്കെങ്കിലും? എന്തോ ഇടയ്ക്കൊരു കൺഫ്യൂഷൻ വരും. അതെനിക്ക് തോന്നുന്നു നമ്മൾ ഫുൾ പഠിച്ചില്ലല്ലോ മിസ്. ഇത് മിസ് ഒരുമിച്ച് പഠിപ്പിച്ചല്ലേ, ചാപ്റ്റേഴ്സ് പെട്ടെന്ന് പഠിപ്പിച്ചില്ലേ. അപ്പൊ നമ്മൾ ഇനി റിവൈസ് ചെയ്തെടുക്കുമ്പോ ശരിയാവും തോന്നുന്നു. ക്ലിയർ ആയിക്കോളൂ. എന്തായാലും നിങ്ങൾ കറക്റ്റ് ആൻസർ എഴുതുന്നുണ്ട്. തോന്നുന്നു ക്ലിയർ ആയിട്ടുണ്ട് എന്നാണ്. കാരണം ഇതെങ്ങനെയൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് മനസ്സിലായല്ലോ? ഒരുവിധം മനസ്സിലായി മിസ് പറഞ്ഞു തന്ന രീതിക്ക്. പിന്നെ ദിവ്യയും കൂടെ ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നന്നായിട്ട് മനസ്സിലായി. ഓക്കെ, പിന്നെ സാറ് പ്രപ്പോസിഷൻ എടുത്തായിരുന്നു. ഏതൊക്കെയാണ് എടുത്തതെന്ന് പറയാമോ? പ്രപ്പോസിഷൻ നോട്ട് തന്നിരുന്നോ? അല്ലെങ്കിൽ ജസ്റ്റ് പറഞ്ഞു പോയതാണോ? എന്താണെന്ന് പറയും. നോട്ട് ഇല്ല മിസ്, നമ്മളെ കൊണ്ട് അതൊക്കെ വായിപ്പിക്കാ ചെയ്തിരുന്നത്. നോട്ടില്ലായിരുന്നു മിസ്. എല്ലാ പ്രപ്പോസിഷനും കംപ്ലീറ്റ് ചെയ്തോ? ഇൻ, ഓൺ, അറ്റ്, സിൻസ്, ഫോർ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തോ സാറ്? ജസ്റ്റ് പറയിപ്പിച്ചതേ ഉള്ളൂ. നോട്ട്സ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ ക്ലാസ്സിൽ എടുത്താലും ഞാൻ പ്രപ്പോസിഷൻ ഒന്നും എടുത്താലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. എടുക്കാം. എത്ര പ്രാവശ്യം എടുക്കുന്നു അത്രയും കൂടെ നന്നായിട്ട് പഠിക്കാലോ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പ്രപ്പോസിഷൻ എടുക്കാം. ബേസിക് ലെവൽ കഴിഞ്ഞാല് നമുക്ക് ടെൻസിലേക്ക് പോയാല് കുറച്ചുകൂടെ സംസാരിക്കാനും പറ്റും. ഓക്കെ, അപ്പൊ കുറെ അങ്ങനെ മാറും. ഇതൊക്കെ ബേസിക് ആണ്. ചെറിയൊരു കാര്യമാണ്. സെന്റൻസിൽ വരുന്ന ഒരു ഏറ്റവും ചെറിയൊരു പോർഷൻ ഒക്കെയാണ് ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്, ഈ ആഡ്വർബ് ഒക്കെ. അത് പഠിക്കാൻ നിങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ടെൻസ് ഒക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും? എന്താ പറഞ്ഞ മാക്സിമം പഠിക്കുക, റിവൈൻഡ് ചെയ്യുക, എപ്പോഴും റിവിഷൻ ചെയ്യണം. കാരണം ഇനി അങ്ങോട്ട് ഇതെല്ലാം ആവശ്യമുണ്ട്. ഓക്കെ, അന്നേരത്ത് ഞാൻ ആഡ്വർബ് എന്താണ്, അഡ്ജക്റ്റീവ് ഒക്കെ ചോദിക്കുമ്പോ
വിടാതിരിക്കരുത്. ഓക്കെ, ആവശ്യമുള്ളതാണ്. സോ മൈൻഡ് ചെയ്യാന്നാല് സൈൻ ഔട്ട് ഉണ്ടോ? ഇല്ല. താങ്ക് യു മിസ്. സൈൻ മാത്രമേ ഉള്ളൂ, സൈൻ ഔട്ട് ഇല്ലേ? സൈൻ ഔട്ട് വേണ്ടേ അപ്പോ? ഓക്കെ, ബൈ. താങ്ക് യു. താങ്ക് യു മിസ്. Thank you, miss.